Hello students, welcome to Civilians classes. അപ്പം നമ്മുടെ സിവിൽ റിലേറ്റഡ് ആയിട്ട് ഒട്ടനവധി നോട്ടിഫിക്കേഷൻസ് വന്നിരിക്കുന്ന ഒരു ടൈമാണ്. ഓൾറെഡി നോട്ടിഫിക്കേഷൻ അനാലിസിസ് വീഡിയോസ് ഒക്കെ എല്ലാവരും കണ്ടു കാണും. കാണാത്തവർ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കാണുക. ക്ലിയർ ആയിട്ട് എല്ലാ കാര്യങ്ങളും അതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പം ആ നോട്ടിഫിക്കേഷൻ അനാലിസിസ് വീഡിയോ കഴിഞ്ഞിട്ടും അല്ലാതെ ആയിട്ട് ഒരുപാടധികം ഡൗട്ട്സ് വരുന്ന ഒരു കേസ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇക്വലൻസി ഏത് കൊടുക്കും എന്ന കാര്യത്തിലാണ് ഡൗട്ട്സ് വരുന്നത്. ഇക്വലൻസി ഒരു ഹയർ ഓപ്ഷൻ കൊടുത്ത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകൾ വന്നിട്ടുണ്ട്. അപ്പം അതിലിപ്പം ഇറിഗേഷൻ എ ആണെങ്കിൽ അതിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താണ് ഇപ്പം ഡിപ്പാർട്ട്മെന്റിലാണെന്നുണ്ടെങ്കിൽ 3 ഇയേഴ്സ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ നിങ്ങളുടെ സർവീസ് കഴിഞ്ഞിരിക്കുന്നതായിരിക്കണം. അത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇനി ഡിപ്പാർട്ട്മെന്റിൽ അല്ലാത്ത ഇറിഗേഷൻ എ ആണെന്നുണ്ടെങ്കിൽ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾക്ക് ഒരു ഡിഗ്രി ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ബിടെക് ഓർ ബി ആകാം. പിന്നെ അതിൽ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും അതർ ക്വാളിഫിക്കേഷൻസ് അല്ലെങ്കിൽ ഇക്വലൻസി ഉണ്ടെങ്കിൽ അതും കൃത്യമായിട്ട് നോട്ടിഫിക്കേഷനിൽ തന്നിട്ടുണ്ട്. അപ്പം ബിടെക് അല്ലെങ്കിൽ ബി ഇൻ സിവിൽ ഉള്ളവർക്ക്, സിവിൽ എഞ്ചിനീയറിംഗ് ഉള്ളവർക്ക് ആ കാര്യത്തിൽ ഡൗട്ട്സ് ഒന്നുമില്ല. പക്ഷേ അതിൻ്റെ കൂടെ നമുക്ക് വന്നത് ഒന്ന് KWA ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2, അതുപോലെ തന്നെ LSGD ഓവർസിയർ ഗ്രേഡ് 3. ഇപ്പം ഈ 2 പോസ്റ്റുകളിലുമാണ് നമുക്ക് ഇക്വലൻസി ഒരു ഹയർ കൊടുക്കുമ്പോൾ ഇപ്പം ഡിപ്ലോമ എടുത്ത ആൾക്കാർക്കൊക്കെ ഒരു കൺഫ്യൂഷൻ വരുന്ന കേസ് ഉണ്ട്, വീട്ടുകാർക്കും ഒക്കെ ഉണ്ട്. അപ്പം അത് എങ്ങനെ അപ്ലൈ ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോ കൊണ്ട് ഇന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങളുടെ ഒരുപാട് ഡൗട്ട്സ് വന്നത് കൊണ്ടാണ് ആ റിക്വസ്റ്റ് മാനിച്ച് നമ്മളിത് ചെയ്യുന്നത്. അപ്പം കൃത്യമായിട്ട് ഇത് കണ്ടിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളവരാണ്, ഇതുവരെ അപ്ലൈ ചെയ്യാതിരിക്കുന്നവരാണെങ്കിൽ ഇത് കണ്ടതിന് ശേഷം അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പം ഓൾറെഡി പ്രൊഫൈൽ ലോഗിൻ കാര്യം എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ് വിശ്വസിക്കുന്നത്. ഫസ്റ്റ് ടൈം ആരെങ്കിലും ഈ ലോഗിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 1 ടൈം രജിസ്ട്രേഷൻ ആവശ്യമാണ് കേരള PSCക്ക്. അപ്പം നിങ്ങൾക്ക് 1 ടൈം രജിസ്ട്രേഷൻ ചെയ്താൽ നിങ്ങൾക്ക് ഒരു യൂസർ ID പാസ്വേഡും കിട്ടും. അപ്പോൾ കേരള PSCന്റെ ഒഫീഷ്യൽ സൈറ്റിലേക്ക് കയറുക, 1 ടൈം രജിസ്ട്രേഷൻ കൊടുക്കുക. കൊടുത്തതിന് ശേഷം നിങ്ങളുടെ യൂസർ ID പാസ്വേഡ് കൊടുത്ത് ക്യാപ്ച കോഡും കൊടുത്ത് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോൾ കാണുന്ന പോലെ ഒരു സ്ക്രീൻ നിങ്ങൾക്ക് ഓപ്പൺ ആയി കിട്ടും. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പ്രൊഫൈൽ പേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നോട്ടിഫിക്കേഷൻസ് അപ്ലൈ ഫോർ എ പോസ്റ്റ് എന്നുള്ള പോർഷൻ ഉണ്ട്. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ തന്നിരിക്കുന്ന കാറ്റഗറീസ് നിന്ന് നോക്കി ഫൈൻഡ് ഔട്ട് ചെയ്യാം. അതിനേക്കാളും താഴെയായിട്ട് ക്യുക്ക് അപ്ലൈ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അവിടെ കാറ്റഗറി നമ്പർ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യുക്കായിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാതെ തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആദ്യം നമുക്ക് LSGD ഗ്രേഡ് 3 നോക്കാം. കാറ്റഗറി നമ്പർ നമുക്ക് വരുന്നത് 567/2025 ആണ്. സോ നമുക്ക് കാറ്റഗറി നമ്പർ പ്രൊവൈഡ് ചെയ്യാം. 567/2025 ആണ്. സോ ക്യുക്ക് അപ്ലൈ കൊടുക്കാം. കൊടുക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അപ്ലൈ നൗ എന്നുള്ളൊരു പോർഷൻ നമുക്ക് കൃത്യമായിട്ട് ഇവിടെ കാണാം. അത് കൊടുത്ത് നിങ്ങൾക്ക് കയറാവുന്നതാണ്. സോ അപ്ലൈ നൗ ഇവിടെ കാണാം. അപ്ലൈ നൗ കൊടുക്കുന്നുണ്ട്. കൊടുക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഇവിടെ തന്നിട്ടുണ്ട്. 10th ലെവൽ KGC സിവിൽ എഞ്ചിനീയറിംഗ് ഓപ്ഷൻ ഉണ്ട്. 10th ലെവൽ ഡിപ്ലോമ ഇൻ ക്രാഫ്റ്റ്സ്മാൻഷിപ്പ് തന്നിട്ടുണ്ട്. 10th ലെവൽ ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് 2 ഇയർ കോഴ്സ് ഫ്രം വുമൻസ് പോളി. ഇത്രയും കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്. പിന്നെ ഇവിടെ തന്നിരിക്കുന്നത് നമുക്ക് അപ്ലൈ യൂസിങ് ഏതെങ്കിലും ഹയർ വെച്ചിട്ട് ചെയ്യാവുന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏത് സെലക്ട് ചെയ്യും എന്നുള്ളതാണ് സ്റ്റുഡൻസിൻ്റെ ഒരു ഡൗട്ട്. കാരണം ഇവിടെ ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് വുമൻസ് പോളിയും പറഞ്ഞിട്ടുണ്ട്, KGC സിവിൽ എഞ്ചിനീയറിംഗും പറഞ്ഞിട്ടുണ്ട്. അപ്പം ബിടെക്കുകാരാണെങ്കിലും ഡിപ്ലോമക്കാരാണെങ്കിലും അവർക്ക് ഇതിൽ ഏത് കൊടുക്കും എന്നുള്ളതാണ് കൺഫ്യൂഷൻ. അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് ഞാൻ ആദ്യമേ പറഞ്ഞു തരാം. അതായത് ക്വാളിഫിക്കേഷൻ ആസ് പെർ സ്പെഷ്യൽ റൂളിൽ KGC സിവിൽ എഞ്ചിനീയറിംഗ് കൊടുക്കാൻ പറ്റുന്നത് ആർക്കൊക്കെ എന്നുള്ളൊരു കാര്യം കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഓരോന്നായിട്ട് വായിക്കാം. VHSC സിവിൽ കൺസ്ട്രക്ഷൻ ആൻഡ് മെയിൻ്റനൻസ്, VHSC സിവിൽ കൺസ്ട്രക്ഷൻ ടെക്നോളജി, IT/ITC ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ, NAC സിവിൽ ഡ്രാഫ്റ്റ്സ്മാൻ, NTC ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ, SCVT ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ, STC ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ, പോളിടെക്നിക് ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ്, ബിടെക് ഇൻ സിവിൽ എഞ്ചിനീയറിംഗ്, BE ഇൻ സിവിൽ എഞ്ചിനീയറിംഗ്, ബിടെക് ഹോണേഴ്സ് സിവിൽ എഞ്ചിനീയറിംഗ്, AMIE സെക്ഷൻസ് A and B സിവിൽ എഞ്ചിനീയറിംഗ്. ഇത്രയും കോഴ്സസ് പഠിച്ച ആൾക്കാർക്ക് KGC സിവിൽ എഞ്ചിനീയറിംഗ് അപ്ലൈ ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അതുപോലെ പോളിടെക്നിക് ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ്, ബിടെക് ഇൻ സിവിൽ എഞ്ചിനീയറിംഗ്, BE ഇൻ സിവിൽ എഞ്ചിനീയറിംഗ്, AMIE സെക്ഷൻസ് A and B സിവിൽ എഞ്ചിനീയറിംഗ്. ഇത്രയും ഈ 4 കോഴ്സസ് എടുത്ത ആൾക്കാർക്ക് ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് 2 ഇയർ കോഴ്സ് ഫ്രം വുമൻസ് പോളി ഈ കാര്യം ഇൻക്ലൂഡ് ചെയ്യാമെന്നുള്ളതുമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലായിരിക്കുന്നത്? ഇപ്പം ബിടെക് ആണെങ്കിലും ഡിപ്ലോമയാണ് എടുത്തിരിക്കുന്ന ആൾക്കാരെങ്കിലും അവർക്ക് കൊടുക്കാനായിട്ട് പറ്റുന്നത് ഈ വുമൻസ് പോളിയും കൊടുക്കാം, അതുപോലെ തന്നെ KGC ഇൻ സിവിൽ എഞ്ചിനീയറിംഗും കൊടുക്കാം. പക്ഷേ ഈ എല്ലാം ഇൻക്ലൂഡ് ചെയ്ത് വന്നിരിക്കുന്ന KGC ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് തന്നെയാണ്. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾക്ക് ഇപ്പോൾ ബിടെക് ആണെങ്കിലും അതേപോലെ തന്നെ ഡിപ്ലോമ എടുത്തവരാണെങ്കിലും ഇത് രണ്ടും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. ഇനി ITIൻ്റെ കാര്യം ITI/ITCന്റെ കാര്യം കൃത്യമായിട്ട് KGC സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നുണ്ട്.
അപ്പോൾ ഈ രണ്ടും കൊടുക്കാൻ പറ്റുന്ന കാറ്റഗറിയിലുള്ള ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ KGC ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി അഭികാമ്യമെന്ന് ഞാൻ പറയും. കുറച്ചും കൂടി ഉചിതമായിട്ടുള്ളൊരു കാര്യം അതാണെന്ന് പറയും. അപ്പോൾ നിങ്ങൾക്ക് ഇത് രണ്ടിലും നിങ്ങൾക്ക് ഈ പറഞ്ഞ ലിസ്റ്റ് നോക്കിക്കൊണ്ട് നിങ്ങൾക്കിത് രണ്ടിലും ഏത് വേണോ സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഉചിതമായത് കുറച്ചും കൂടി നല്ലത് KGC സിവിൽ എഞ്ചിനീയറിംഗ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പം ആ ഡൗട്ട്സ് മാറിയെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് KGC സിവിൽ എഞ്ചിനീയറിംഗിൽ നമുക്ക് അപ്ലൈ യൂസിങ് ഇക്വലന്റ് ഓർ ഹയർ കൊടുക്കാം. കൊടുത്തു കഴിയുമ്പോൾ നമുക്കിവിടെ നമ്മുടെ ഫോട്ടോഗ്രാഫിൽ എന്താണോ ഡേറ്റ് ചോദിച്ചിരിക്കുന്നത് അത് കൊടുക്കാം. അതേപോലെ തന്നെ ഫോട്ടോഗ്രാഫിൽ നെയിം എന്താണോ ചോദിച്ചിരിക്കുന്നത് അത്രയും കാര്യങ്ങൾ കൊടുക്കാം. കൊടുത്തിട്ട് തന്നിരിക്കുന്ന ഡിക്ലറേഷൻ എല്ലാം ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നെക്സ്റ്റ് കൊടുത്ത് പോകാവുന്നതാണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഡിക്ലറേഷനും കാര്യങ്ങളും എല്ലാം സെലക്ട് ചെയ്ത് നോർമലി നമ്മൾ PSC അപ്ലൈ ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് ഫിനിഷ് ചെയ്യാവുന്നതാണ്. പിന്നെ LSTD ഗ്രേഡ് 3ൻ്റെ കാര്യം ഒന്ന് സ്ട്രെസ് ചെയ്ത് പറയുന്നത്, ഓൾറെഡി അറിയാം ഒരുപാട് അഡ്വൈസസ് കഴിഞ്ഞ പ്രാവശ്യം പോയിട്ടുള്ള ഒരു എക്സാം തന്നെയാണ്. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ നല്ല വേക്കൻസീസ് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു പോസ്റ്റ് കൂടിയാണ്. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ കണ്ടതാണ് നോട്ടിഫിക്കേഷനിൽ ഡിസ്ട്രിക്ട് വൈസ് ആയിട്ടാണ് നമുക്ക് എക്സാം കണ്ടക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സ്റ്റുഡൻസ് ചോദിച്ചിട്ടുള്ള ഒരു ഡൗട്ടാണ്, ഡിസ്ട്രിക്ട് വൈസ് ആണെങ്കിൽ കട്ട് ഓഫും ഡിസ്ട്രിക്ട് ബേസ്ഡ് ആയിരിക്കും. അതെ, അപ്പം ഓരോ ഡിസ്ട്രിക്റ്റിനും സെപ്പറേറ്റ് കട്ട് ഓഫ് ആണ്. ആ കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കി പോവാം. അപ്പം ഇക്വലൻസിന്റെ കാര്യം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി രണ്ടാമതായിട്ട് നമുക്ക് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് KWA ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 ആണ്, 548/2025. അപ്പോൾ അതും കൂടി നമുക്ക് ഇക്വലൻസി എങ്ങനെ കൊടുക്കുകയാണെന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് പോവാം. അപ്പോൾ 548/2025 ആണ്. ചുക്ക് അപ്ലൈ കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇൻഎലിജിബിൾ എന്നുള്ള രീതിയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കാണിക്കുമ്പോൾ നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റാത്ത പോസ്റ്റാണെന്ന് പറഞ്ഞ് വിട്ട് കളയരുത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇക്വലൻസി ഒരു ഹയർ കൊടുത്ത് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഡിപ്ലോമക്കാരാണെങ്കിലും BTech ക്വാളിഫൈഡ് ആണെങ്കിലും എല്ലാവർക്കും പറ്റുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യുക, വൈ ഐ ആം ഇൻഎലിജിബിൾ എന്നുള്ളൊരു കാര്യം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഏതൊക്കെ നമുക്ക് ഇക്വലൻസി കൊടുക്കാം. ഇവിടെ SSLC NTC ഡ്രാഫ്റ്റ്സ്മാൻ ബാർ സിവിൽ ഉണ്ട്. SSLC NTC ഡ്രാഫ്റ്റ്സ്മാൻ മെക്കാനിക്കലിന്റെ കാര്യം കൂടെ പറഞ്ഞിരിക്കുന്നത് KWA മെക്കാനിക്കലും സിവിലും ആണ് വിളിച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ്. അപ്പം പറഞ്ഞിരിക്കുന്ന ഒന്ന് NTC ഡ്രാഫ്റ്റ്സ്മാൻ സിവിലും പറഞ്ഞിട്ടുണ്ട്, KGC സിവിൽ എഞ്ചിനീയറിംഗും പറഞ്ഞിട്ടുണ്ട്. അപ്പം അവിടെ നമുക്ക് ഇക്വലൻസി കൊടുക്കാനായിട്ട് പറ്റും. ഇവിടെയും കൺഫ്യൂഷൻ വരാനായിട്ട് ചാൻസ് ഉണ്ട് ഏത് കൊടുക്കാമെന്ന്. അപ്പോൾ ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെയാണ്, നേരത്തെ പറഞ്ഞാണ് KGC സിവിൽ എഞ്ചിനീയറിംഗ് കൊടുക്കുന്നത് തന്നെയാണ് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത്. സോ KGC സിവിൽ എഞ്ചിനീയറിംഗിന്റെ നേരെയുള്ള നമ്മുടെ പോർഷനിൽ നമുക്ക് അപ്ലൈ യൂസിങ് ഇക്വലന്റ് ഓർ ഹയർ പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. പ്രൊവൈഡ് ചെയ്തിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഫോട്ടോഗ്രാഫിൽ കാണുന്ന നെയിമും ഡേറ്റ്സും കൊടുത്ത് ഡിക്ലറേഷനും ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഡിപ്ലോമ ഇൻ വുമൻ പോളിയും KGCന്റെ കാര്യത്തിലാണ് ഡൗട്ട് വരുന്നത്. അപ്പം LSTD ഗ്രേഡ് 3 കൃത്യമായിട്ട് അത് പറഞ്ഞു. നിങ്ങൾക്ക് ഇപ്പോൾ ഡിപ്ലോമ ഇൻ പോളി ആണോ അല്ലെങ്കിൽ KGC ആണോ, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ഇപ്പോൾ BTech ഇൻ സിവിൽ ആണ് ഡിപ്ലോമയാണോ എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് രണ്ടും പ്രൊവൈഡ് ചെയ്യാം. IT വരുന്ന കേസിൽ ഏതാണെന്നെല്ലാം കൃത്യമായിട്ട് ഞാൻ ആ ഡീറ്റെയിൽസ് വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ അതൊന്ന് നോട്ട് ചെയ്തായിട്ട് വെക്കുക. അപ്പോൾ അത് നോക്കി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. KGC ഞാൻ ഈ പറഞ്ഞ BTech ഇൻ സിവിൽ ആണെങ്കിലും അതേപോലെ തന്നെ ഡിപ്ലോമയാണെങ്കിൽ ഇപ്പം നമ്മൾ ഈ എടുത്ത KWA ഗ്രേഡ് 2 ആണെങ്കിലും എല്ലായിടത്തും KGC സിവിൽ പറയുന്നുണ്ട്. അപ്പം അത് കൊടുക്കുന്നത് തന്നെയായിരിക്കും കുറച്ചും കൂടി അഭികാമ്യമെന്ന് ഞാൻ പറയും. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് ആ രീതിയിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക. ഇപ്പോൾ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് അപ്ലൈ ചെയ്യാനായിട്ടുള്ള January 14, 2026 ആണ്. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യാതെ പെട്ടെന്ന് തന്നെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ആക്കിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക. എന്നിട്ട് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. ഈ വന്നിരിക്കുന്ന ഇപ്പം ഇറിഗേഷൻ A ആയിക്കോട്ടെ, ഇപ്പം KWAൻ്റെ ഗ്രേഡ് 2 ആയിക്കോട്ടെ, LSTD ഗ്രേഡ് 3 ആയിക്കോട്ടെ, എല്ലാം നമുക്ക് നല്ല ഒരു നമ്പർ ഓഫ് വേക്കൻസീസ് പ്രതീക്ഷിക്കാൻ പറ്റുന്ന എക്സാംസ് തന്നെയാണ്. അപ്പം നല്ല രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് നോക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്.